നേരത്തെ അരവിന്ദ് പറഞ്ഞായിരുന്നു ഇപ്പം റിയാക്ഷൻ ചെയ്യാൻ കൊടുക്കുന്നത് പെണ്ണുങ്ങൾ തന്നെയാണ്. ഇപ്പൊ എന്റെ വീഡിയോയിലും പെണ്ണുങ്ങൾ തന്നെയാണ് റിയാക്ട് ചെയ്യാൻ കൊടുക്കുന്നതെന്ന്. ആക്ച്വലി പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളോട് ഈഗോ ഉണ്ടോ? എനിക്ക് മൊത്തം കേട്ടുള്ള കാര്യമാണ് പെണ്ണുങ്ങളാണ് എല്ലാവർക്കും റിയാക്ഷൻ ചെയ്യാൻ വീഡിയോ കൊടുക്കുന്നതെന്ന്. ഇപ്പൊ ഗേൾസിന്റെ തന്നെ ശത്രു നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യമാണ്. നമ്മൾ വിചാരിക്കും ആണുങ്ങളാണ്. ഒരു കാര്യം പറഞ്ഞാൽ ഈഗോ. പിന്നെ ചില കാര്യങ്ങളിൽ ഇപ്പൊ നമ്മുടെ ചിന്തകളോട് മാച്ച് ആവുന്ന പെമ്പിള്ളേരും ഉണ്ട്. നല്ല ചിന്തയാ. നല്ല ചിന്തയെന്നല്ല ഞാൻ ഇപ്പൊ പറയാം. ഇപ്പൊ നിനക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം, ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. പക്ഷെ നീ ഇപ്പൊ ഒരു ബീച്ച് സൈഡിൽ യൂസ് ചെയ്യുന്ന ഡ്രസ്സ് വേറൊരു സ്ഥലത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ വേറെ രീതിയിൽ കാണും, വേറെ രീതിയിൽ അഭിപ്രായം പറയും. മനസ്സിലായി. ഇത് തന്നെയാണ് ബീച്ചിൽ ഇടേണ്ട ഡ്രസ്സ് എന്താണ്, അത് എവിടെയാണ് ഇടേണ്ടത്? അമ്പലം വെച്ച് നീ വേറെ എന്ത് വേണം? ഞാൻ നോക്കട്ടെ, ബീച്ചിൽ ഇടേണ്ട ഡ്രസ്സ് എവിടെയൊക്കെയാണ് ഇടേണ്ടത് ഞാൻ നോക്കട്ടെ. ബീച്ചിലിടേണ്ട ഡ്രസ്സ് ഇപ്പം ബീച്ചിൽ ഒരു ബിക്കിനി ഇട്ടോണ്ടിരിക്കുന്നത്. ബീച്ചിൽ ബിക്കിനി ആൾക്കാരുടെ തോട്ടുണ്ട്, ബീച്ചിൽ ബിക്കിനി മാത്രമേ ഉണ്ടാവൂ. അങ്ങനെയല്ലല്ലോ പറഞ്ഞ. ഞാൻ ഉദ്ദേശിച്ചത് ബിക്കിനി ആണല്ലോ പീക്ക്. അതിനപ്പുറത്തേക്കൊന്നും ഇല്ലല്ലോ. പിന്നെ തുണിയില്ലാണ്ട് നിൽക്കാൻ പറ്റൂലല്ലോ ബീച്ചില്. അത് വേറൊരു സംഭവമില്ലേ. അപ്പൊ ബിക്കിനി ഇട്ടിട്ട് നമുക്കൊരു കല്യാണത്തിന് പോകാൻ പറ്റുമോ? ഒരു 10 ആള് കൂടുന്ന ഇത്തിരി വലിയ ആൾക്കാർ വരുന്ന സ്ഥലത്ത് പോകാം, ഫ്രീഡം ഉണ്ട്. പക്ഷെ ആൾക്കാരെ വാടപ്പിക്കാൻ പറ്റില്ലല്ലോ. ഈ പ്രായം ഒരു അമ്മൂമ്മന്റെ ഫ്രണ്ടിൽ ചെന്ന് അതുപോലെ അവരെന്ത് പറയും? ഓരോ സ്ഥലത്ത് പോകേണ്ട ഒരു മാന്യതയുണ്ട്. ആ മാന്യമായിട്ടുള്ള ഡ്രസ്സ് എനിക്കിഷ്ടം പോലെ മോഡലിംഗ് ഫീൽഡിലുള്ള പെമ്പിള്ളേർ എന്റെ കമ്പനിയുണ്ട്. കുറെ ആൾക്കാർ എനിക്ക് പല പല മേഖലയിലുള്ള ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ ഇതേവരെ നിന്നല്ലോ പേഴ്സണലി ഞാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നമ്മളാ ഒരു വീഡിയോ കാണുന്നത് അത് കളയുന്നു. അവർക്ക് പേഴ്സണലി വിഷമാകുമ്പോൾ ഞാൻ അത് ഒഴിവാക്കുന്നു. പിന്നെ അത് ഹെയ്റ്റ് സ്പ്രെഡായി പോകുന്നു എന്നൊക്കെ വന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്നുണ്ട്. പല ആൾക്കാർ വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സ് വരെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, ഗേൾസ് ആയിട്ടുള്ള. അപ്പൊ ഞാൻ അത് ഒഴിവാക്കി കൊടുക്കുന്നതിന് ഞാൻ എന്റെ സൈഡിൽ നിന്ന് തെറ്റൊന്നും സോറിയും പറയുന്നുണ്ട്.